ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പ്രതികരിക്കുകയാണ്. തത്സമയത്തിലേക്ക് വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാദമിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമേഴ്ഷ്യൽ സിനിമ, അക്കാദമിക് സിനിമ, ആള് കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സമൂഹത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിനിമ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് അവർ ഫൂളാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അക്കാദമിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമ ഒരു കല എന്നുള്ള നിലയിൽ അതിനെ വളർത്തുക, സാമൂഹ്യമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാദമി തുടങ്ങുന്നത് തന്നെ. ഈ അക്കാദമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാദമിയെ തന്നെ എന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇതന്നെയാണ് തുടരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുക. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, അവർക്ക് അവരുടേതായ ചില പരിമിതികൾ ഇതൊക്കെ ഉണ്ടാവാം. അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം, ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ, കുക്കു പരമേശ്വരൻ, ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല, ഇത് അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അവർക്ക് പരാതിയില്ല, അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ചു, അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളവർ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു. ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇതിൽ എന്താ പറയുക 2-3 ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്ത് അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതാരും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മളവിടെയുണ്ട്, അതേ കേബിലുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത്. ഇത് അക്കാദമിക്ക് ഭൂഷണമല്ല, നമുക്കെല്ലാവർക്കും അതൊരു മോശമാണ്. ഗവൺമെൻറ്റിനെ തന്നെ ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത്. അക്കാദമിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അക്കാദമിക്കെതിരല്ല. ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത് അക്കാദമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങൾ ഇതിൽ നിൽക്കില്ല എന്ന് 2-3 പേരെ പേര് പറഞ്ഞു. നമ്മളാരും അക്കാദമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങൾ എതിരെ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത്. പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ GCയുടെ കൂടെ അംഗീകാരവും അതിൻ്റെ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അദ്ദേഹത്തെ മാറ്റണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. ഇതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇതിന് വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇത് അക്കാദമിയുടെ എന്താ പറയുന്നത് പ്രസ്റ്റേജിന് വേണ്ടി, അല്ല അക്കാദമി സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാരും ഒരാൾ കഥയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇതാണ്. എന്തെങ്കിലും യോഗം നമുക്ക് അവിടെ ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചു, നമ്മൾ ആലോചിച്ചു, ചർച്ച ചെയ്തു. അപ്പൊ അതിന്റെ മേലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ട് അത് പിന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അക്കാദമി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ഇതന്നെയാണ്. ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെന്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തികളും മുഖാമുഖങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു വരികയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകിൽ തിരുത്തണം, അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഇതാണ് അതിൻ്റെ കണ്ടന്റ്. ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ചലച്ചിത്രോത്സവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഞങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അക്കാദമിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഒരു ഭാഗവാക്ക് ഞങ്ങളും ആവുന്നുണ്ട്. അപ്പോൾ വളരെ പരിഹാസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണുള്ള TV-യിൽ ഇത് കാണിക്കണേ. നിങ്ങൾക്കറിയാലോ എന്താ പറഞ്ഞതും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന്. അതിൽ മാത്രമേ ഉള്ളൂ, അല്ല ചലച്ചിത്രമേളക്കോ അക്കാദമിക്കോ ഞങ്ങൾ എതിരല്ല. ഇവിടുത്തെ മന്ത്രിമാർ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിനെതിരല്ല, ഒന്നും എതിരല്ല. ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ അപഹാസ്യമായ കാര്യങ്ങൾ നിർത്തണം. അത് തിരുത്താൻ മേലെ ഉള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം.
ഇല്ല, മേളയില് നമ്മുടെ ഓരോ GC മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. അതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ നമ്മുടെ GC മെമ്പർക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു. അപ്പോൾ ഇതിന് ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയാണ്, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യം, സെക്രട്ടറി അല്ല ചെയർമാൻ, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം. ഇതെന്താ, ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് വന്നതല്ലല്ലോ. അവരെയും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതാണ്, ചെയർമാനെ പോലെ തന്നെ. അവർക്കും അവരുടേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അവരും രാപകലില്ലാതെ പണിയെടുത്ത് ഇവിടുത്തെ പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും വളണ്ടിയേഴ്സിന് കൊടുത്ത കാര്യങ്ങൾ കൊടുക്കുകയും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരോ എന്താ പറഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ടാണ്. ഇദ്ദേഹത്തിന് തീരെ വേറെ കൂടിയാലോചനയില്ല, ജനാധിപത്യം ഇല്ല അവിടെ. എല്ലാ മെമ്പേഴ്സിനും ഇതിൽ എതിർപ്പുണ്ട്. പക്ഷെ പലരും പുറത്തു പറയാൻ മടിക്കുന്നുള്ളൂ. ഇതിൽ 9 പേരാണ് പങ്കെടുത്തത്. ഇത് വേറെ സംഗതി, ഈ ചെയർമാൻ നടത്തുന്ന ഈ വളരെ വില കുറഞ്ഞ വളരെ അസത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക്, ഇന്റർവ്യൂകൾക്കും അഭിപ്രായ പ്രകടനത്തിനെല്ലാം നമ്മളും കൂടെ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ ഫിലിമിനൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് നമ്മളോടും കൂടിയാണ് ചോദിക്കുക. അപ്പോൾ എന്നിട്ടൊക്കെ നമ്മൾ നിന്നതാണ്. ഇയാൾ അവസാനം ഓരോരാളെ ഇൻസൾട്ട് ചെയ്യാണ്, പുച്ഛിക്കുകയാണ്. അയാൾക്ക് എല്ലാവരും പുച്ഛാണ്. അത് സമ്മതിക്കാൻ പറ്റൂല്ലോ. നമ്മളിതിൽ 9 പേര് പങ്കെടുത്തു. 15 പേരിൽ 9 പേര് പങ്കെടുത്തു. ഇതിലിപ്പം ഇതിൽ ഓരോരാളെയും പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മാടമ്പിത്തരാണ്, അല്ലാതെ അത് ജനാധിപത്യപരമല്ല. എക്സിക്യൂട്ടീവിലില്ല. മാത്രമല്ല, എക്സിക്യൂട്ടീവിലേക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാനൊന്നും ഒരു ചെയർമാൻ അധികാരമില്ല. ചെയർമാന് കൃത്യമായി ഇത് തയ്യാറാക്കിയിട്ടുള്ള അയാൾക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അത് പാസ്സാവണമെങ്കിലോ അത് ചർച്ച ചെയ്യണമെങ്കിലോ ഒക്കെ ഇതിനെല്ലാം ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഒരു സൗഹൃദവും അങ്ങനെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാൾ മേലെ ഇരുന്നങ്ങ് തീരുമാനിക്കുകയല്ല. അങ്ങനെ അനുസരിക്കാൻ നമ്മളാരും തയ്യാറൊന്നുമല്ല. ഇല്ല, നമ്മൾ പലരും പല രീതിയിൽ ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടമ്പിത്തരം പറയുക, ഇതൊക്കെ. പക്ഷേ നമുക്കതൊന്നും സാധിച്ചിട്ടില്ല. എന്നിട്ടും നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു GC മെമ്പർക്കെതിരെ തന്നെ വളരെ ആജ്ഞാപിക്കുക, രാവും പകലും ഇല്ലാതെ ജോലി ചെയ്താൽ നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയാം. അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഏത് ഇത് ഞാൻ സാറിനല്ല പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. എല്ലാം കാര്യം തിരുത്തണം. നമുക്ക് ഒരാളെ പുറത്താക്കണം ആഗ്രഹമില്ല. ഏതാ നിങ്ങൾ പറഞ്ഞോ. ചോദിക്കോ. ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അതിന്റെ ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. അതാണ് പറയുന്നത്. അല്ല, നിങ്ങളൊരു ഒരു മിനിറ്റ് ആക്രോശിക്കണാരോടാ? അല്ലല്ല, നമ്മളിവിടെ മര്യാദയിൽ പറയാണ്. ഏത് മീഡിയ? മറുപടി അല്ല, ആക്രോശിക്കണ്ട. അല്ല, ഏത് മീഡിയ ആണെങ്കിൽ ആക്രോശിക്കണ്ട. ചോദ്യം ചോദിച്ചാൽ മതി. പോകുമ്പോ കേൾക്കുന്ന സ്ഥലമല്ല നമ്മള്. മനസ്സിലായില്ലേ? മറുപടി പറയും. ആക്രോശിക്കല്ല, മര്യാദയ്ക്ക് വർത്താനം പറയും. മര്യാദയ്ക്ക് സഭ്യമായി മര്യാദയ്ക്ക് വർത്താനം പറയും. അല്ലല്ല, നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ആക്രോശിക്കണ്ടെന്നാ പറഞ്ഞത്. അല്ലേ, ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും അങ്ങ് പിടിച്ച് പുറത്താക്കാൻ വന്നവരല്ല. നമ്മൾ ഇതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ഭരണസമിതിക്കും അക്കാദമിക്കും വളരെ അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അയാളുടെ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. അതുകൊണ്ട് അയാൾ തിരുത്തണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, പുറത്താക്കണമെന്നില്ല. തിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കരുത്. ഇതിനുള്ള ശ്രമം നമ്മൾ നടത്തും. അല്ലാതെ നമുക്കങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റും ഒരാളെ പുറത്താ. എങ്കിലും ഈ രഞ്ജിത്തും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. രഞ്ജിത്തല്ല മനോജ് ഖാന, രഞ്ജിത്തല്ല അരുൺ. മനസ്സിലായില്ലേ? അല്ല, ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോ എടുത്ത് പുറക്കാക്കുക എന്ന് പറഞ്ഞ കസേരയോട് വലിച്ചെറിയൽ നടക്കില്ല. കാര്യങ്ങളുണ്ട്, അത് വിട്ടേക്കാം. പരാതി കൊടുക്കണം, പരാതി പരിഗണിക്കണം, അതിന് അന്വേഷണം നടത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ശരി, താങ്ക്സ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചലച്ചിത്ര അക്കാദമി.
ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ രാജി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഇത്തരത്തിലുള്ള രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാടമ്പിത്തരങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളാണ്, അതോടൊപ്പം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഇത്തരം നടപടികൾക്കെതിരെ പല തവണ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണ്. എന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സഹകരണം നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രവൃത്തികളും അക്കാദമിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, അവഹേളിക്കുന്നതാണ് എന്നാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും രാജി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൗൺസിൽ അംഗങ്ങൾ. 9 പേർ, 15 അംഗ കൗൺസിലിൽ 9 പേർ യോഗം ചേർന്ന് സംയുക്തമായി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് ഔദ്യോഗികമായി തന്നെ ആ പരാതിയുമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ രാജി വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് തെറിപ്പിക്കുക, അത്തരത്തിലുള്ള മാടമ്പിത്തരമൊന്നും തങ്ങൾക്കില്ല. അത്തരത്തിലുള്ള നിലപാടും പ്രവൃത്തികളും ഉണ്ടാകുന്നത് ചെയർമാന്റെ ഭാഗത്തു നിന്നാണ് എന്നുകൂടി കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ, രാജി എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇനി കൗൺസിലിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ആര്യ, ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് ഈ രഞ്ജിത്തിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകണം. ചെയർമാൻ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു, ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ മാടമ്പി സ്വഭാവം തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം. യോഗം ചേർന്നു, കഴിഞ്ഞ ദിവസം യോഗം ചേർന്നില്ല എന്നാണ് നേരത്തെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അക്കാദമി ചെയർമാനും ഒക്കെയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു, 9 പേരാണ് യോഗം ചേർന്നത്. അതിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമീപനം ശരിയല്ല, ഏകപക്ഷീയമായ പെരുമാറ്റമാണ്, മാടമ്പിത്തരമാണ് കാണിക്കുന്നത്. മുണ്ടിൻ്റെ കോന്തല പിടിച്ച് ആറാം തമ്പുരാൻ കളിച്ച് നടന്നാൽ ഒരു ചലച്ചിത്രമേള നടക്കില്ല. ഒരുപാട് പേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ്. രഞ്ജിത്താകട്ടെ ഈ രാജി എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ മേള കഴിഞ്ഞിട്ട് തങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ഇക്കാര്യം അറിയിച്ചുവെന്ന് അംഗങ്ങൾ പറയുന്നു. അതിനു പുറമെ തങ്ങളുടേതായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഒരു കാര്യം കൂടി അംഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും തർക്കം തുടരുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് അധിക്ഷേപകരമായാണ് ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവരോടും പുച്ഛമാണ് രഞ്ജിത്തിന്. ആ ഒരു സമീപനം അദ്ദേഹം മാറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കുക. ഈ കാര്യമാണ് ഇപ്പോഴും അംഗങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ആര്യ, വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, വളരെ ശക്തമായ നിലപാടുമായി കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത് തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിൽ മന്ത്രിയെ ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ രഞ്ജിത്തിന്റെ രാജി എഴുതി വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കൗൺസിൽ അംഗങ്ങളുള്ളത്. എങ്ങനെയാണ് സർക്കാരിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? എങ്ങനെയായിരിക്കാം ഇതിന്റെ തുടർ നടപടികൾ ഇനി ഉണ്ടാവുക? ആര്യ, ചലച്ചിത്രമേളയുടെ അവസാന ദിവസമാണെന്ന്, അതിനിടെയാണ് ഈ പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നിലപാടുകൾക്കെതിരെ അംഗങ്ങൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സിനിമാ മന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പരസ്യമായി തന്നെ നിലപാടെടുത്ത് രംഗത്ത് വരികയാണ്. ചലച്ചിത്രമേള കഴിയുന്നവരെ കടുത്ത നിലപാട് വേണ്ടെന്നൊരു തീരുമാനം നേരത്തെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രഞ്ജിത്ത് വാർത്താ സമ്മേളനം നടത്തി ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്നിട്ടില്ല, തൻ്റെ രാജി ആവശ്യപ്പെട്ടില്ല, അതൊക്കെ വെറും വാർത്തകളെന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അങ്ങനെയല്ല, യോഗം ചേർന്നിരുന്നു, രഞ്ജിത്തിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ അംഗങ്ങൾ രംഗത്തെത്തിയത്. അത് രൂക്ഷ വിമർശനമാണ് രഞ്ജിത്തിനെതിരെ ഉന്നയിക്കുന്ന. മാടമ്പിത്തരം കാണിക്കാൻ അനുവദിക്കില്ല, വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല ചലച്ചിത്ര അക്കാദമി എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രഞ്ജിത്തിനെതിരെ ഉന്നയിക്കുന്നത്. സർക്കാരിന് മുന്നിലും ഇത് പ്രശ്നം വലിയൊരു കീറാമുട്ടിയായി മാറുകയാണ്. കാരണം രണ്ടു പക്ഷത്തും സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്. രഞ്ജിത്ത് CPM-ന്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നയാളാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടതിൽ പലരും CPM നോമിനികളാണ്. CPI-യുടെ AYF-ന്റെ നേതാവ്, CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ N അരുൺ ഉൾപ്പെടെയുള്ളവരാണ് അക്കാദമി കൗൺസിൽ അംഗങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോരിനിറങ്ങുമ്പോൾ ആർക്ക് ഒപ്പം നിൽക്കണമെന്ന എന്ന വളരെ
പ്രധാനപ്പെട്ട നിലപാട് മുഖ്യമന്ത്രിയും അതുപോലെ സിനിമാ മന്ത്രിയും സ്വീകരിക്കേണ്ടി വരും. പരസ്യ വിഴുപ്പലക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രഞ്ജിത്തിനെ ഒരു കാരണവശാലും തൊട്ട് അനുവദിക്കരുത്, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തപ്പെടണം എന്ന നിലപാടാണ് അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കുള്ളത്. രഞ്ജിത്തിന്റെ നിലപാടുകൾ സിനിമാ പ്രവർത്തകരെ, സംവിധായകൻ ബിജു ഉൾപ്പെടെയുള്ളവരെ അവഹേളിച്ചത് മാത്രമല്ല, ഒരു വനിതാ അംഗത്തിനെതിരെ മോശമായി സംസാരിച്ചു തുടങ്ങി നിരവധി പരാതികൾ രഞ്ജിത്തിനെതിരെ അംഗങ്ങൾക്കുണ്ട്. ഈ നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ചരിത്രമേളയുടെ അവസാന ശേഷം കടുത്ത ചില നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് അവർ നേരത്തെ നൽകിയതാണ്. അതിനിടയിലാണ് രഞ്ജിത്തിന് ഇന്ന് വാർത്താ സമ്മേളനവും രാജിവെക്കേണ്ടെന്ന നിലപാട് പ്രഖ്യാപനം. അതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ എതിർപക്ഷത്തുള്ളവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും, ഇതിനുശേഷം ഏതൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വളരെ നിർണായകമാണ്. ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിലടക്കം രഞ്ജിത്ത് ഇടപെട്ടിരുന്നു, അവിഹിതമായ ഇടപെടലുകൾ നടത്തിയെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. അന്നൊക്കെ രഞ്ജിത്തിനെ സംസ്ഥാന സർക്കാർ, സിനിമാ മന്ത്രി സജി ചെറിയാൻ വളരെ അധികം സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പൂർണ്ണ പിന്തുണ രഞ്ജിത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. തീർച്ചയായും വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾക്കിടെ രാജി വാർത്ത രഞ്ജിത്ത് നിഷേധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അതാണ് സെക്രട്ടറി വളരെ വിശദമായി പറയുന്നത്. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. നന്ദി എല്ലാവരോടും. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് രാജിവെക്കുക എന്നുള്ള ഉദ്ദേശം തൽക്കാലം ഇല്ല. പക്ഷേ രാജി അല്ലാതെ മറ്റ് വഴികളില്ല, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൗൺസിൽ അംഗങ്ങൾ. തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്, തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചലച്ചിത്രമേള കഴിയുന്നവരെ കാത്തിരിക്കാൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ തയ്യാറായില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനവരെ പ്രേരിപ്പിച്ചത് നമ്മൾ കുറച്ചു മുമ്പ് കേട്ട രഞ്ജിത്തിന്റെ രാജിയില്ല എന്ന പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിക്കാണ് 4 കൗൺസിൽ അംഗങ്ങൾ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത്. 9 പേർ ഒപ്പിട്ട കത്താണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ നൽകിയത്. അങ്ങനെ അവിടെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ രാജിയില്ല, തന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന രഞ്ജിത്ത് പ്രഖ്യാപനം നടത്തിയോടുകൂടിയാണ് ഇവർ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പരസ്യമായി തന്നെ തങ്ങൾ യോഗം ചേർന്ന കാര്യവും രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട കാര്യവും രഞ്ജിത്തിനെതിരെ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാര്യമൊക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. സർക്കാർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സർക്കാർ തന്നെ നിയമിച്ച ചെയർമാനൊപ്പമാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ നോമിനികളായി കൗൺസിലിലേക്ക് വന്ന അംഗങ്ങൾക്കൊപ്പമാണോ, ആർക്കൊപ്പം മുഖ്യമന്ത്രിയും അതുപോലെ സിനിമാ സാംസ്കാരിക മന്ത്രിയും നിൽക്കുമെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും ചലച്ചിത്ര അക്കാദമിയിലെ ചേരിപ്പോര് തമ്മിൽ തന്നെ കൂടുതൽ രൂക്ഷമാകുന്നു. അത് ചലച്ചിത്രമേളയുടെ അവസാന ദിവസം പരസ്യ വിഴുപ്പലക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ആര്യ, തീർച്ചയായും വി അരുണും വി വിനോദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.